ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈ സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇത് ലോങ് വീഡിയോ ആക്കാൻ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് മാറിയതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് ഇവിടെ കിടക്കട്ടെ. നല്ലുട്ടൻ്റെ മുഖം എന്താ എങ്ങനെയെന്നല്ലേ, സ്കൂളിൽ പോകാൻ നൈസായിട്ടൊരു മടി. കാരണം കുട്ടി വീട്ടിലെത്തിയല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ സ്കൂളിൽ പോയി വരുമ്പോൾ വാവ ഉറങ്ങിയേക്കും, അതേക്കും ഇതേക്കും രാവിലെ തൊട്ട് ഓരോ കാരണങ്ങൾ പറച്ചിലാണ് കേട്ടോ. ചെറുത് വലിയ സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടെ. ഞാൻ വിചാരിച്ച വീട് മാറി അവൾ വലിയ പ്രശ്നക്കാരിയാവുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലും തുമ്പി ഇവളുടെ പിന്നീന്ന് മാറുന്നില്ല. ഫുള്ള് കുഞ്ഞാവനെ കളിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് രണ്ടുപേരും. അതിൻ്റെ ഇടയിൽ അല്ലുസിൻ്റെ ഇന്നത്തെ സ്കൂൾ പോക്കാണ് ഇപ്പം ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ചേട്ടന്റെ മോളെ വിളിച്ചൊക്കെ ചേട്ടന്റെ മോളെ അല്ലോ വാ. എന്ത് ഉച്ചക്ക് വാവ ഉറങ്ങലുണ്ടോ? വൈകുന്നേരം വാവ ഉറങ്ങല്. അപ്പൊ വാവ ഉറങ്ങൂലേന്ന് സ്കൂളിൽ വരുമ്പോഴേ വാവ ഉറങ്ങൂലേ കളിപ്പിക്കാന്ന്. എടാ വാവൻ എന്നും ഇവിടെ ഉണ്ടാവൂ. നമുക്ക് എന്നും കളിപ്പിക്കുക. സ്കൂളിട്ടിട്ട് വന്നിട്ട് കളിപ്പിക്കുക, വൈകുന്നേരം കളിപ്പിക്കുക, രാത്രി കളിപ്പിക്കുക. സന്തോഷായില്ലേ ഉണ്ണിക്ക്? അല്ലുട്ടൻ്റെ ഇന്നത്തെ കഞ്ഞികൂടി ഇങ്ങനെയായിരുന്നു കേട്ടോ. ഓരോ സ്പൂണ് വാങ്ങിക്കും, പിന്നെ ഓടും വാവേനെ കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയി കളിപ്പിച്ചിട്ട് പിന്നെ അടുത്ത വായിക്ക് വരും. ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാ അവനെ പറഞ്ഞു വിടുകയെന്ന് അറിയൂല. ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ടല്ലോ. ഉറങ്ങി പഠിക്കില്ല. ഓ അച്ഛമ്മേന്റെ മുത്ത് വാവാവോ. നല്ല മോളാ. എന്റെ മോന്ത നോക്ക്, 2 കിലോ കയറ്റിച്ചത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ല അറിയാ. ആലോചിച്ച് കിടക്ക്. എല്ലാരെയും കൊണ്ടുപോയിക്കോളൂ. അച്ഛ മറ്റേ ഒരു കൈ ഇങ്ങനെ പൊക്കി എത്തിട്ട് അങ്ങനെ നമ്മളെ തൊട്ടിലും വീടും ഒക്കെ ഹേസുവിന് സെറ്റ് ആയിട്ടുണ്ട് തോന്നുന്നു. അല്ലുട്ടനാണെങ്കിൽ ആകെ ഇവളെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് മാറ്റി വന്നിട്ടും ഈ അച്ഛൻ എന്താ കൊടുത്ത്? എന്ത് അച്ഛൻ എടുത്ത് കൊടുത്ത് വന്നതപ്പോ എന്താ കൊടുത്തത്? വല്ലാത്ത കഷ്ടപ്പാടന്നെ. എന്താ കൊടുത്തത്? എന്താ കൊടുത്തത്? ഓക്കേ. പുതിയടവ് മുഖം അങ്ങനെ ആക്കിയേക്കല്ലേ. വണ്ടി വരാൻ എണീറ്റ് വേഗം എടുത്തിട്ട് ഇതിന്റെ മുഖം നോക്ക്. അച്ഛമ്മയോട് പറയില്ലേ ഒക്കെ
കുട ഒന്നും വേണ്ട ഏട്ടാ, കുട വേണ്ടല്ലോ. ബൈ. എന്തിനാ ഇതെന്തിനാ പിണങ്ങിയേ? എന്തിനാ? ഓ, മുടി ചീവി കൊടുത്തില്ലേ? അല്ലൂശ് പോയപ്പോ ഓന് മുടി ചീവി കൊടുത്തില്ല ഗൈസ്, അതിന്റെ സങ്കടത്തില്ല. വന്നിട്ട് ചീവി കൊടുക്കട്ടോ. കേറിക്കോളൂ നമ്മുടെ പൊന്നു മണി. ഓക്കെ ഗൈസ്, ബൈ പറയും. ഞാൻ ബായ് ഒന്നും പറയില്ല, ഒക്കെ നല്ല സങ്കടം ഉണ്ട് ഗൈസ്. ഓക്കേ. അങ്ങനെ ഇതാ കുട്ടിയുടെ വല്യമ്മ ഡ്യൂട്ടിയിൽ കയറിയിരിക്കുകയാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒച്ച കേൾക്കുമ്പോൾ ഞെട്ടി എണീക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇവിടെ വണ്ടീൻ്റെ ഒച്ചയൊക്കെ നന്നായിട്ട് കേൾക്കുമല്ലോ, റോഡ് സൈഡല്ലേ, അവിടെ അത്ര സൗണ്ട് കേൾക്കില്ല അവിടെ, അതായത് കല്യാണീൻ്റെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഓരോ വണ്ടീൻ്റെ ഹോണടിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുട്ടി ചെറുതായി ഒന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ട് ആട്ടാട്ടുമ്പോൾ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. അതാണ് പരിപാടി. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആട്ടി കൊടുക്കാൻ കേട്ടോ. തുമ്പമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു അസൂയകളൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് അവനുള്ള അച്ഛമ്മയും അച്ഛനും കൊഞ്ചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വല്യമ്മയുടെ സ്വത്തേ വല്യമ്മയുടെ മുത്തേ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ തുമ്പി മടിയിൽ വന്നിരിക്കും. അപ്പം ഞാൻ അമ്മയുടെ മുത്തേ അമ്മയുടെ സ്വത്തേ എന്നൊക്കെ പറയണം. അപ്പോൾ ഒക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ആക്ച്വലി ആ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. അല്ലുട്ടന് തുമ്പീൻ്റെ ഇപ്പോഴത്തെ വയസ്സുള്ളപ്പോഴാണ് തുമ്പിമോൾ ഉണ്ടാവുന്നത്. ആ സമയത്താണെങ്കിലും അല്ലുട്ടനെ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു തുമ്പീൻ്റെ അടുത്ത് നമ്മൾ ഓവർ സ്നേഹം കാണിക്കൽ. കാരണം അത് ഭയങ്കര, അമ്മയൊക്കെ ആണെങ്കിലും ഇങ്ങനെ എപ്പോഴും എടുത്ത് പറയും മോന് അത് സങ്കടം ആവരുതെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹേസു വന്നിട്ടുണ്ടെങ്കിൽ തുമ്പിയുടെ കാര്യം. കാരണം തുമ്പി ഏറ്റവും ചെറുതല്ലായിരുന്നു അതുവരെ. അത് കഴിഞ്ഞിട്ട് അവൾ ഇതൊക്കെ കാണുമ്പോൾ അവൾ ഒരു ഭയങ്കര ഒരു നോട്ടം നോക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു എവിടെയോ ഒരു കുഞ്ഞു കുശുമ്പൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതും കൂടെ പാച്ചപ്പ് ചെയ്താണ് പോണത് കേട്ടോ. ഇവളെന്ന് കൊഞ്ചിച്ചാൽ അവളെയും കൊഞ്ചിക്കും, ഇവളെന്ന് എടുത്താൽ അവളെയും എടുക്കും. തൊട്ടിൽ കയറി കിടക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് തുമ്പിക്കുള്ളത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹേസുവിനെ. അതുപോലെ തന്നെ അല്ലുട്ടനെ ഞങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തൊരു കോംബോ തുമ്പിയും ഹേസും ആയിരിക്കും. ഇവർ ടീമായിട്ട് അല്ലുട്ടനെ അറ്റാക്ക് ചെയ്യാൻ മതി എന്നാണ് ഞാനും കല്യാണിക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന് കണ്ടത് വെച്ച് നോക്കുമ്പോൾ തിരിച്ചാണെന്ന്. കാരണം ഹേസുവിന് ആൺപിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ്, ആണുങ്ങളോട്, അതായത് അച്ഛനോട് അല്ലുട്ടനോട് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഇഷ്ടം കൂടുതലുണ്ടോ, മീൻസ് കുറച്ചൊരു എന്താ പറയുക കളി കൂടുതൽ അവരുടെ അടുത്താണ് എനിക്ക് തോന്നിയിട്ടാ. അപ്പോൾ അല്ലുട്ടനാണെങ്കിലും ഭയങ്കര കെയറിങ്, ഭയങ്കര ഇങ്ങനെ ഏട്ടൻ്റെ മോള് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അതാണോ കോംബോ എന്നറിയില്ല. എന്തായാലും വരെ നിങ്ങൾക്ക് കാണാം കേട്ടോ അതെന്താ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഹേസു വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല, അതന്നെ സമാധാനം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കല്യാണിയാണെന്നൊക്കെ കുറേ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയായിരിക്കും അവൾക്ക് അഡ്ജസ്റ്റ് ആവുന്നത്. പക്ഷേ അവൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ അവൾ ഉറങ്ങുകയാണ്. ആക്ച്വലി ഞാനും കുറച്ച് നോസ്റ്റ് അടിച്ചു. വേറെ ഒന്നുമല്ല, അല്ലും തുമ്പിയൊക്കെ ചെറുതായ സമയത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ തൊട്ടിലാട്ടിയതും കാര്യങ്ങളും, ഞാൻ ഇങ്ങനത്തെ തൊട്ടിലല്ലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്, ഹുക്കിന്ന് ഇങ്ങനെ കെട്ടുന്ന ആ തൊട്ടിലായിരുന്നു, സാധാ തുണി കൊണ്ടുള്ള. ഇപ്പോഴാണല്ലോ ഇതൊക്കെ കൂടുതൽ, അപ്പോഴും ഉണ്ട് തോന്നുന്നു. പക്ഷെ ഞാൻ സാധാ തുണി കൊണ്ട് കെട്ടിയ തൊട്ടിലാണ് കേട്ടോ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മളെ ഹേജുമോൾ വന്നു. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള നമ്മളെ ആ ഒരു ഡെയിലി റൊട്ടീനും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ മാറും. കാരണം ഒരാളും കൂടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ചെറുതിൻ്റെ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്തിട്ട് പോകുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ അഡാപ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ നമ്മളെ ഹേജുമോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ആട്ടി കൊടുക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ഒരു സമയം അച്ഛൻ നിൽക്കും, ഒരു സമയം അമ്മ നിൽക്കും, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിൽക്കും, അത് കഴിഞ്ഞാൽ കല്യാണി നിൽക്കും. ഇങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റിലാണ് കേട്ടോ. ഇനിയെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോൾ ചെസ്റ്റ് നമ്പർ 1 ചെസ്റ്റ് നമ്പർ 2 ഇവിടെ വീട്ടിൽ അറൈവ് ചെയ്തിട്ടുണ്ട്, അതായത് കല്യാണി ആൻഡ് ഹേസു. ഓക്കെ, ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ തമ്പനയിലുണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഈ ഉറങ്ങി എണീറ്റിട്ട് വേണം ഇനി ഇവിടെ നമുക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കണം കേട്ടോ. അമ്മയ്ക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ നല്ല പേടിയാണ്, ഉഷമ്മയ്ക്ക്. പിന്നെ കല്യാണിയും കുളിപ്പിക്കാറില്ല. അപ്പം ഞാൻ തന്നെയാണ് ഇന്ന് ബേബീനെ കുളിപ്പിക്കുന്നതല്ല, ഇനി അങ്ങോട്ടേക്ക് ഞാൻ ബേബീനെ കുളിപ്പിക്കുന്നത്. പിന്നെ തുമ്പമ്മേൻ്റെ ഈ വരവ് എങ്ങനെയാണെന്നറിയോ, കാലിൽ പാദസത്തിന് കിലുക്കം കേൾപ്പിക്കല്ലേ മോളെ, വാവ എണീക്കില്ലേ പറഞ്ഞപ്പോൾ കിലുക്കാതെ വരികയാണ് കേട്ടോ. ഭയങ്കര മെല്ലെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഓടി വന്ന അമ്മയുടെ അടുത്തേക്ക്. ഇളയ ആൾക്കാർ വരുമ്പോൾ മൂത്ത ആൾക്കാർക്ക് അറിയാണ്ട് ഇച്ചിരി കിട്ടുന്ന സാധനം ഇത്തിരി മെച്യൂരിറ്റി കാണിക്കൂല്ലേ ചില സന്ദർഭങ്ങളിലൊക്കെ. കാരണം എനിക്ക് അല്ലുട്ടനെ അങ്ങനെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലുട്ടൻ ഇപ്പോൾ വലിയ മോനൊന്നുമല്ലല്ലോ, തുമ്പി ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് മാത്രം മൂത്ത ആളായതാണ് അല്ലേ. പക്ഷെ എന്നാൽ പോലും അല്ലുട്ടൻ പല സ്ഥലങ്ങളിലും ഭയങ്കര മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഹെയ്സ് വന്നുകൊണ്ട് അതൊന്ന് തുമ്പമ്മയാണെങ്കിലും കലബില കൂട്ടാതെ കുഞ്ഞുവാവ എണീക്കുന്നുള്ളൊരു കാര്യം ഭയങ്കര കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത പണിയെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് കേട്ടോ. ഇന്ന് പത്തിരിയാണ്. ഇപ്പം എന്നും പത്തിരിയാണല്ലോ നിങ്ങളാരും ചോദിക്കരുത്. ഇടയ്ക്ക് പത്തിരി ഇടയ്ക്ക് പുട്ട്, ഇടയ്ക്ക് പത്തിരി ഇടയ്ക്ക് പുട്ട്, ഇതന്നെയാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ. അപ്പോൾ പത്തിരിയൊക്കെ വേഗം റെഡിയാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, കാരണം കുറച്ച് ഷൂട്ട് ചെയ്ത് തീർക്കാനുണ്ട്, പ്രൊമോഷൻസൊക്കെ കുറച്ച് പെൻഡിങ്
പെൻഡിങ് ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് തിരക്കുകളിൽ പെട്ടതുകൊണ്ട് അപ്പോൾ അതൊക്കെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ആക്ച്വലി ഞാനൊരു സെറ്റ് മുണ്ടിൻ്റെ പ്രൊമോഷൻ ആൻഡ് ഓർണമെൻറ്റ്സിൻ്റെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ താഴത്തെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേഗം മുകളിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. എല്ലാം പാടെ മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. കാരണം പിള്ളേരുടെ കാര്യം, വീട്ടിലെ കാര്യങ്ങൾ, പക്ഷേ വീട്ടിലിപ്പോൾ അമ്മയും ഇളയും എല്ലാവരും ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നതാണ്. അല്ലാതെ എല്ലാം പാടെ ആകുമ്പോൾ ശരിക്കും കുറച്ച് പണി പെടും അല്ലേ. പക്ഷേ ഇതിപ്പോൾ കല്യാണി എടുത്തുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് വീഡിയോ എടുത്തത് ഇവിടെ നിന്നല്ല, അപ്പുറത്ത് ഷെരീഫ് ഖാൻ്റെ വീട്ടിലാണ്. അവിടെയും കൂടി ഞാൻ എടുക്കാണ്ടായിരുന്നുള്ളൂ. കാരണം തോന്നിക്കൽ പഞ്ചായത്തിൽ എല്ലാ അരിയും ഞാൻ പെറുക്കി എടുത്തു, ഇനി അടുത്ത അരിയും കൂടി പെറുക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്തത് അവിടെ പോയി ഷൂട്ട് ചെയ്യാന്നുള്ളത്. സെറ്റ് മുണ്ട് കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ച് വൃത്തിയായെന്ന് നിങ്ങൾ പറയണം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഓവർ നീളമില്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ സ്റ്റാൻഡ് അവിടെ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കും. ഇങ്ങനെ തന്നെയാണ്, സ്റ്റാൻഡ് അവിടെ വെക്കുക, അത് ഓണാക്കുക, ഓടിപ്പോവുക, അഭിനയിക്കുക, വരിക, ഓഫാക്കുക, ഇതൊക്കെ തന്നെ നമ്മൾ തന്നെ. പിന്നെ കണ്ടോ ഫോക്കസ് ആയിട്ടില്ല കേട്ടോ ഈ വീഡിയോ. അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് എന്നെയല്ല, അത് ചെടിയും ചെടിച്ചട്ടിയൊക്കെയാണ് എടുത്തത്, ഞാനിവിടെ എവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. ചില സമയമൊക്കെ അങ്ങനെയാണ്, നമ്മൾ ഫോക്കസ് ഒന്നും കിട്ടൂല കറക്റ്റായിട്ട്. അങ്ങനെ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞാൻ കൂട്ടിന് വിളിച്ചത് അമ്മേനെയും തുമ്പമ്മേനെയും കേട്ടോ. അമ്മേനെയാണ് വിളിച്ചത്. അപ്പോൾ രണ്ടുപേരെയും കൂടെ ഇവിടെ ആക്കി പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തുമ്പീനെയും കൂടെ ഞങ്ങൾ കൂട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ എവിടേക്ക് പോയത്, ഷെരീഫ് ഖാൻ്റെ വീട്ടിലേക്ക് പോയത് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്കൊരു ചടപ്പ്, അപ്പോൾ ഞാൻ അമ്മേനെയും കൂടെ കൂട്ടിയതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ മധുരം ചെടിയും കാണുന്നതെന്ന് വിചാരിക്കരുത്, ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാനൊരു വീഡിയോ എടുക്കണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുണ്ടാവുക. ഇന്ന് കുറുക്കി എടുത്തിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ വീഡിയോസ് എടുക്കുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം അതിനൊന്നും ആരും സഹായമില്ല. അപ്പോൾ എല്ലാം പാടെ മാനേജ് ചെയ്യാനാണെങ്കിൽ ഈ ഇച്ചിരി കഷ്ടമാണ്. എന്നാലും ഇത്തിരി കഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എന്താണ് എന്തോ ഡയലോഗ് ഉണ്ടായിരുന്നു, മറന്നുപോയി ഗൈസ്. ഇടയ്ക്കൊക്കെ ഒരു മറവി നല്ലതാണല്ലോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സെറ്റ് കൊണ്ട് ഉടുത്തോർത്ത് നിൽക്കാതെ കാറ്റങ്ങ് പറത്തി കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ എന്നാലും കാറ്റാകുമ്പോൾ പിന്നെ കുറച്ചൊരു സെറ്റാണല്ലോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സ്ഥിരം ലൊക്കേഷനിൽ കുറച്ച് തിരിച്ച് അപ്പുറത്തൊക്കെ പോയി നിന്ന് എടുത്ത് നോക്കി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സെറ്റ് മുണ്ട് ശരിയാക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറുമ്പോൾ സെറ്റ് മുണ്ടുണ്ടോ, സെറ്റ് സാരി പോലെ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ച് വയറ് കാണും. പക്ഷേ നമ്മളിതിപ്പോൾ ഈ കാണിക്കാൻ പറ്റുന്ന വയറല്ല, കാരണം പുലി മാന്തി വെച്ച പോലെയാണുള്ളത്. ചിലരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ നഖോ അല്ലെ കയ്യോ യൂസ് ചെയ്തിട്ട് ചൊറിഞ്ഞിട്ട് വയറ് ചൊറിഞ്ഞിട്ടാണ് ഇങ്ങനെ സ്ട്രെച്ച് മാർക്ക് വരുന്നതെന്ന്. ആക്ച്വലി അങ്ങനെയല്ല, നമ്മളെ സ്കിന്ന് വലിഞ്ഞിട്ട് അത് തിരിച്ച്, അതായത് നമ്മൾ വലിയ വയറായിരിക്കുമല്ലോ പ്രഗ്നൻസി ടൈമിൽ, അത് റീഗെയിൻ ചെയ്യണം. മീൻസ് ആ സ്കിന്ന് നോർമൽസിയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇലാസ്റ്റിസിറ്റീൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഈ സ്ട്രെച്ച് മാർക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അത് ആക്ച്വലി ചൊറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരാൻ പാടില്ല, കാരണം ഞാൻ വയറ് അങ്ങനെ ചൊറിയുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെത് വലിയ വയറായിരുന്നു ഗൈസ്. അതായത് വയറ്റിനുള്ളിൽ ഒരാളാണ് ഉള്ളതെങ്കിൽ പോലും പലരും ചോദിക്കാറ് ട്രിപ്ലറ്റ്സ് ഉണ്ടോ, ട്രിപ്ലറ്റ്സ് ആണോ, 3 പിള്ളേരുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കാറ് കേട്ടോ. ആ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു ഫുട്ബോൾ ഉരുണ്ട് പോകുന്ന ഒരു ഫീലായിരുന്നു. കാരണം വലിയ വയറും വലിയ ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഉരുണ്ടടക്ക പോലെയായിരുന്നു. പക്ഷേ എന്നെ പറയാൻ എനിക്ക് തന്നെ എന്തോ ഒരു കഴിവാലേ. അങ്ങനെ ഇപ്പോൾ ആക്ച്വലി കുറച്ച് അത്യാവശ്യം നന്നായി മെലിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനെന്ന് വെച്ചാൽ കുറേയൊക്കെ ഫുഡ് ഞാൻ കൺട്രോൾ ചെയ്തു. പിന്നെ എനിക്ക് ഉള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കയ്യോ കാലൊന്നും വലിയ തടിയോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് വയറാണ് പ്രശ്നം. വയറ് ആക്ച്വലി കുറച്ചുകൂടെ ഇനിയും പോകാനുണ്ട്. കുറേ പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആണോന്ന് എത്രയോ പേര് ഇപ്പോൾ റീസെൻ്റ്ലി വരെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു വയറ് കാണുമ്പോൾ തോന്നുമല്ലോ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഉരുണ്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും അതിൻ്റെ തടിയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയറിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ സ്ട്രെച്ച് മാർക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാലാഴി ആയുർവേദേൻ്റെ ഒരു കോംബോ പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ റീസെൻ്റ്ലി എനിക്ക് നന്നായി വയറ് കുറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവേണ്ട സ്ഥാനത്ത് അത് ഒരുപാട് കൺട്രോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ നമ്മളുള്ള സ്ട്രെച്ച് മാർക്ക് തന്നെ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ പോയിട്ടൊന്നുമില്ല, കാരണം ഒരു 1 month ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ പോയെന്നൊന്നും പറയില്ല, എന്നാലും അത് കുറേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചൊരു കോംബോ പാക്ക് ആയിട്ടാണ് വരുന്നത്. ഒരു ഓയിൽ, പിന്നെ അതുപോലെ അത് റബ്ബ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊരു പാക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനൊരു ക്രീം. ആക്ച്വലി ഇത് ഞാനൊരു 1.5 യൂസ് ചെയ്യാറ്. ഡെയിലി ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. 1.5 യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് അതിൻ്റെതായ റിസൾട്ട് എനിക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, വയറൊന്നും വെച്ചുമ്പോൾ എവിടെയും തളരരുത് രാമൻകുട്ടി, തളരരുത്. എനിക്കുണ്ടല്ലോ ആക്ച്വലി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതെനിക്ക് ഭയങ്കര വലിയൊരു റിലാക്സേഷനാണത്. പക്ഷേ എനിക്ക് വയറുണ്ടല്ലോ, എനിക്ക് അതുണ്ടല്ലോ, എനിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. വയറുണ്ടല്ലോ, ദൈവമേ അയ്യോ ഞാനത് ചെയ്യരുതല്ലോ, ഇത് ചെയ്യരുതല്ലോ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ
ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് ആരെയെന്ന് പറയുക പേളി മണി. കാരണം ആളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കിയാൽ ആൾക്ക് വയറുണ്ടായാലും ഇപ്പോൾ വയറാര് കണ്ടാലും മൂപ്പർത്തിക്ക് ഒരു കുഴപ്പമില്ല. മൂപ്പർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ആളിടുന്നുണ്ട്, ജീൻ ഇടുന്നുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷമാണ് ശരിക്കും ഒരു ട്രിപ്പിന് പോയപ്പോൾ ഞാൻ ജീൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കണ്ട് ഇൻസ്പയർ ആവില്ലേ അങ്ങനെ. അപ്പോൾ ഇത്തവണ ഞാൻ പോകുന്നത് ഷെരീഫ് ഖാൻ്റെ വീട്ടിലേക്കാണ്. ഷെരീഫ് ഖാൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കമ്പാനിയൻ ആരാണ്? അമ്മയും തുമ്പിമോളും. കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് ചെറിയൊരു ചടപ്പ്. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മയും വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ക്യാമറ കൊണ്ടുവച്ച് പിന്നെ അവിടെ നിന്നായിരുന്നു എൻ്റെ പ്രഹസനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിരിയുന്നു, മറിയുന്നു, ചിരിക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു, താഴേക്ക് നോക്കുന്നു, മുടി ശരിയാക്കുന്നു, ഇതൊക്കെ തന്നെ. എന്നാലും നമ്മൾ എന്താ വെച്ചാൽ സ്റ്റാൻഡ് അവിടെ കൊണ്ടുവച്ച് നമ്മൾ തന്നെ വേണമല്ലോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് താത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സെറ്റ് ആയേനെ. കാരണം നമുക്ക് വീഡിയോ എടുത്തുതരാനൊക്കെ വീട്ടിൽ തന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയേനെ. ഏട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ നമ്മളൊരു സന്തോഷം വേണ്ടിയിട്ടാണ് ഗെയ്സ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതിൻ്റെ കൂടെ കുട്ടികളുടെ കാര്യവും നോക്കണം. പിന്നെ അമ്മ ഇളയമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ച് പോകുന്നു. അപ്പോൾ അമ്മ അവിടെ താത്തേനോട് വർത്താൻ പറഞ്ഞിരിക്കും കേട്ടോ. തുമ്പമ്മയുണ്ട്, അവരവിടെ ഓളെ കൊണ്ടുപോയ ഓളെന്തെങ്കിലും അലമ്പൊക്കെ ഒപ്പിക്കും. അതുകൊണ്ട് അമ്മ ഞാൻ പറഞ്ഞിനി ശ്രദ്ധിക്കണം കേട്ടോ അമ്മ, ഓൾ ഓടിക്കളിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മയും തുമ്പി അവിടെ ഇരുന്ന് താത്തേനെ വർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വർത്താനം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പുറത്തുനിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇവരെ എല്ലാ മൂലയും ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് സെറ്റും കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്വിക ബൈ അഞ്ജലി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമുക്കിത് സെൻഡ് ചെയ്ത് തന്നിരിക്കണേ. വളരെ നല്ല, അതായത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർമലി നമ്മൾ എടുക്കുന്നൊരു സെറ്റും കൊണ്ടിരുന്ന ഒരു വെറൈറ്റി സെറ്റും ഉണ്ടായില്ലേ. പിന്നെ അതുപോലെ എൻ്റെ ബ്ലൗസ്, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഇത്തവണ രജിതേച്ചിക്ക് എന്നെ കൊടുക്കണം കേട്ടോ. കാരണം രജിതേച്ചിയാണ് എനിക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്തതല്ലോ. കാരണം ചേച്ചി സ്റ്റിച്ച് ചെയ്താലേ എനിക്ക് അതങ്ങ് സെറ്റ് ആവത്തുള്ളൂ. ഞാൻ ആക്ച്വലി ചേച്ചിനോട് പറഞ്ഞത് എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ചേച്ചി, സ്ലീവ് നമുക്ക് വെറൈറ്റി പിടിക്കാമെന്ന് പറഞ്ഞപ്പം ചേച്ചി എന്നെ സജസ്റ്റ് ചെയ്ത സ്ലീവാണ് കേട്ടോ അത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ആദ്വിക ബൈ അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് സെറ്റുമുണ്ട്. അതുപോലെ ഓർണമെൻറ്റ്സ് വന്നിട്ട് എറ്റേണൽസ് ജ്വൽസ് ചേർത്തല എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. ഇവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ എനിക്കിതിൽ ഒരാഴ്ച നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാംഗിൾസ് ആണ് കേട്ടോ. റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ഞാൻ വീഡിയോസിലൂടെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പിക്ക് അയച്ചു കൊടുത്തപ്പം അവർ തന്നെ അതിന് മാച്ച് ചെയ്ത ഐറ്റം നമുക്ക് അയച്ചിട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ അവരെ ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഒരു കളറൊക്കെ അയച്ചു കൊടുത്താൽ അവരതിന് മാച്ച് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സോ ബാംഗിൾസോ ഒക്കെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അടിപൊളി പേജാണ്. രണ്ടും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. മാല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ഇറക്കി ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ നെക്ലേസ് പോലെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ കഴുത്തിന് നീളമില്ലാത്തതുകൊണ്ട് ഗൈസ് ചിലതൊക്കെ എനിക്ക് ഷോക്കായിട്ട് തോന്നും. നമ്മളെ തുമ്പമ്മ അവിടെ ഒളിച്ചും പാത്തും കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തുമ്പിക്ക് ഇങ്ങനെ കുഞ്ഞു ഉടുപ്പുകൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എന്നാൽ ആരോ എന്ന് പറയാൻ തുമ്പീൻ്റെ ഉടുപ്പൊക്കെ ചെറുതായല്ലോ എന്ന്. തുമ്പി വലുതാവുകയാണേ. പക്ഷേ എനിക്ക് കുഞ്ഞുടുപ്പ് ഇടുന്നതാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ ഇത് ഇത്തിരി കുറച്ച് ഇറക്കം കുറഞ്ഞു പോയി തോന്നണു അല്ലേ. എന്തായാലും വേണ്ടിയില്ല. അങ്ങനെ പിന്നെ അവളുടെ ഡാൻസാണ് നിങ്ങളിപ്പോൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ മോണിക്ക കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ കുട്ടീനോട് ഞാൻ പറയാണ് മോണിക്ക കളിക്കും തുമ്പിയെ, മോണിക്ക കളിക്കുമെന്ന് പറയുമ്പോൾ അവൾ കളിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബേബി മാ മോണിക്ക കിച്ച് കിച്ച് മാ ഇത് കളിക്കേ. ഒന്നൂടെ മോണിക്ക. രണ്ട് കൈ എടുക്കടോ മടിച്ചിയേ. ബേബി മാമോ രണ്ട് കൈയോ രണ്ട് കൈയോ എടുക്കൂ. മോണിക്ക കിച്ച് കിച്ച് ഒന്നൂടെ കളിക്കുക. ശരിയായില്ല. ഒന്നൂടെ കിച്ച് കിച്ച് കാല് പൊക്ക്. രണ്ട് കയ്യോ മടിച്ച് ഏത് രണ്ട് കയ്യോ ആ കയ്യോ എടുക്ക്. ആ കയ്യോ എടുക്കടി. ഇനിങ്ങനെ അതന്നെ. ഇതൊന്ന് കളിക്ക്. രണ്ട് കയ്യോ. ബായ് പറ. പിന്നെ കാണാ പറ. എവിടുന്ന് വീണോ? കൈ കാണിക്കൂ. അപ്പൊ നമ്മൾ ട്രേഡ് മാർക്ക് കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു കൊടുക്കട്ടെ. 12 മണി മുതൽ ഞാൻ പഞ്ചാബി
എന്താ ചെയ്യുക, വല്യമ്മ ഒരു കലാകാരിയായ കുട്ടി ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. അത് കല്യാണം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടാൽ സഹിക്കൂല, അതുകൊണ്ട് ഇടാഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാ അച്ഛൻ്റെ അടുത്താണ്, ചില സമയമൊക്കെ അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ വരിക. ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. ഇനി നമ്മളെ മെയിൻ പരിപാടി കടയിൽ പോയി സാധനം വാങ്ങിക്കണം. അപ്പോൾ അച്ഛന് വയ്യാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എന്തിനു പോകുന്ന ഞാനുണ്ടല്ലോ, അപ്പോൾ ഞാനാണ് സാധനം വാങ്ങാൻ പോണത്. കല്യാണം ഇതാ ചെറുതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഇതാ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ രാവിലെയും വൈകുന്നേരമൊക്കെ ഇതിലെ ബസ്സിന് പോകുന്ന ആൾക്കാരൊക്കെ അച്ഛനായിരിക്കും കാണാം, നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇതാ ഞാൻ പോവുകയാണ് ഗേൾസ് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നിൽക്കുന്നതിനനുസരിച്ച് വാങ്ങാനുള്ള സാധനത്തിന് ലിസ്റ്റ് കൂടും കേട്ടോ. കാരണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കപ്പ മതി എന്ന് പറഞ്ഞു, കുറച്ചും കൂടെ ഇറങ്ങിയപ്പം പച്ചമുളക് ഇല്ലാന്ന് പറഞ്ഞു, കുറച്ചും കൂടെ എത്തിയപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇല്ലായിരുന്നു. ഇനി അവിടെ നിന്നിട്ട് ലിസ്റ്റ് കൂടുന്നുള്ളൂ ഞാൻ വേഗം പീടിയിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ഞാൻ പീടിയെ പോവാണ്. അധിക ദൂരമൊന്നുമില്ല, അതായി മുക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഓടി വന്ന് കൈ പിടിച്ചിട്ട് ചേച്ചി യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എന്നിട്ടെന്താ ഈ വരാത്തേ? ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ എന്നെ കണ്ടോ, ഇതിലുണ്ട്. ഓക്കെ, ബൈ. ഹേസുമണി ഹേസുമണി മസ്താനി ഹേസുമണി അമ്മൻ്റെ ഹേസുമണി അമ്മൻ്റെ തുണ്ടുടുമണി അമ്മൻ്റെ തുണ്ടുടുമണി. അല്ലുട്ടനും തുമ്പി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉറങ്ങിയ തക്കം നോക്കിയിട്ട് ഞങ്ങൾ ഹേസുവിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാണ്ടായിരുന്നു. 3 months ആയതിൻ്റെ ഞങ്ങൾ 3 months കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. ഹേസുമ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലമ്പാക്കിയപ്പോൾ ഞങ്ങൾ നിർത്തി ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാകുമ്പോൾ അതുലേട്ടനും മായയും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ അവരൊക്കെ വന്ന് അവർക്കൊക്കെ ഫുഡ് കൊടുക്കായിരുന്നു. ആക്ച്വലി നേരത്തെ ഞാൻ സാധനം വാങ്ങിക്കാൻ പോയതും കഥയൊക്കെ പറഞ്ഞു. ആരാ വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളെ ചെസ്റ്റ് നമ്പർ 3 വരുന്നുണ്ട് ഗൈസ്. കട്ടെന്ന് ലീവിന് വരികയാണ് കേട്ടോ. ഇനി ഒരു 1 month അവനും ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഒന്നുകിൽ ഏട്ടുണ്ടാവും അല്ലേ കട്ടുണ്ടാവും എന്ന അവസ്ഥയിലാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എല്ലാവരും പാടെ ഉണ്ടാവുന്ന ഒരു സമയം എന്ന് വെച്ചാൽ വളരെ വിരളമാണ് ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും കട്ട വരുന്നുണ്ട്. കട്ട എത്തി ഗൈസ്. അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇത് അശ്വിനും അഖിലിനെ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അല്ലുട്ടൻ കുറേ നേരമായിട്ട് ചെറിച്ചനെന്താ വരാത്തതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പം പോയതാ. പിന്നെ എപ്പോഴാണ് വാവേനെ കാണുന്നത്, ആഫ്റ്റർ 3 months. ഓക്കെ, അപ്പം ഇതാ ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ അതുലേട്ടനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഓരോടൊക്കെ വർത്താനം പറഞ്ഞു നേരെ അകത്തേ കയറണം. അപ്പോൾ ഞാൻ ഓരോങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുക. ഒന്ന് ഈ റിയാക്ട് ചെയ്യേ, കല്യാണിന്ന് ഒന്ന് മൈൻഡാക്കുക, കുറങ്ങനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടമായിട്ടോ. കാരണം വൈശാട്ടം ഉണ്ടല്ലോ, എനിക്ക് എന്ത് അവരോട് പറയാലോ. നമ്മളെ ഹേസു ബേബീനെ അവളുടെ ഡാഡി കാണാൻ പോവുകയാണ്. ആ രംഗം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ ഓൻ ആദ്യം പോയിട്ട് അല്ലുട്ടനോടാണ് വർത്താനം പറഞ്ഞത് കേട്ടോ. ആക്ച്വലി ഓൻ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ തുമ്പീനെ കളിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ അല്ലൂസിനെ കളിപ്പിച്ചിട്ടേ തുമ്പീനെ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്. കാരണം അല്ലുട്ടൻ ആ കിട്ടേണ്ട ഒരു ഇതുണ്ടല്ലോ. കാരണം ഓൻ വലുതായതുകൊണ്ട് ഓനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പോൾ അല്ലുട്ടനെ തോണ്ടി ഇവളെ കളിപ്പിക്കുമ്പോൾ അപ്പുറത്തുണ്ട് ഒന്നിതാ മുഖമൊക്കെ ഇങ്ങനെ ഏറ്റി വെച്ച് കുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതാ തുമ്പീൻ്റെ അടുത്തും കുറച്ച് സ്നേഹം കാണിച്ചപ്പോൾ ഓക്കും സന്തോഷമായി കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ പിള്ളേരെന്താ നോക്കാന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓളിങ്ങനെ നോക്കി നിൽക്കുക ഓളടുത്ത് ചെറിയച്ചൻ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അമ്മയും അച്ഛനും പറയണ്ട ഓളം മിണ്ടായിട്ടോളും മിണ്ടാത്തതാണെന്ന് പറഞ്ഞപ്പോൾ അറിയാം ചെറിയച്ചൻ എന്നോട് മിണ്ടിയല്ലോ എന്ന് പറഞ്ഞിട്ടോ തുമ്പി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഹേസുവിനാണെങ്കിലും വലിയ പരിചയക്കുറവൊന്നും കട്ടനെടുത്തോളും കാണിച്ചില്ല കേട്ടോ. ഓളും ഭയങ്കര കാര്യമായിട്ട് അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എല്ലാവരെയും നിങ്ങൾക്ക് കാണാൻ ഗൈസ്. നമ്മളും ഹാപ്പി. ഹേസുമ കാര്യമായിട്ട് അച്ഛനെ നോക്കുകയാണ്. ഇനി അവരുടെ ടൈമാണല്ലേ, ഇനി അവർ എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഫുഡ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? പിന്നെ കപ്പ. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന വാക്ക് പറയില്ല, ഇടയ്ക്ക് തെറിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കപ്പ, ചിക്കൻ കറി, പിന്നെന്തോ രാവിലത്തെ പത്തിരിയും ചോറും എല്ലാം കൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് പോയി ഒരു പിടിക്കണം. ഹേസുവിനുണ്ടല്ലോ, ഇതാണ് രക്തത്തെ തിരിച്ചറിയെന്നൊക്കെ പറയുന്നത് അല്ലേ. ഓളിപ്പോൾ എന്തായാലും ഓർമ്മ ഉണ്ടോനെ, പക്ഷെ ഓൻ്റെ അടുത്ത് വല്ലാത്തൊരു അവനെ അതിൽ പോയാലും നോക്കുക, അങ്ങനെ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്ത്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളെയും കാണാമല്ലോ കേട്ടോ, കട്ടേനും കല്യാണിനും. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ പ്രഷ്യസ് മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതായിരുന്നു. പക്ഷേ അതൊക്കെ പണ്ട് എന്നൊക്കെ ആയിരുന്നു കേട്ടോ മാസ് ഡയലോഗ്. അപ്പോൾ പിന്നെ ഞാൻ പോയ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ക്ലിപ്സ് തരാമെന്ന് പറഞ്ഞിട്ട് എന്നാൽ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഹേസുമേനെ എടുത്ത് ഇനി അച്ഛൻ്റെ ടൈമാണ്. ഇനി അച്ഛൻ അങ്ങ് ഡ്യൂട്ടി കൊടുക്കുകയാണ്. ഇനി അച്ഛൻ നോക്കട്ടെ. ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാം അച്ഛൻ എങ്ങനെയാണ് ആസ് എ ചെറിയച്ഛൻ ആൻഡ് ആസ് എ അച്ഛൻ ഇവൻ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് അറിയാൻ ഞാനും ക്യൂരിയസ് ആണ് ഗൈസ്. പിന്നെ എല്ലാവരുമായിട്ടൊക്കെ വർത്താൻ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി. അപ്പം ഇനിയുള്ള വ്ളോഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും
ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. അതൊക്കെ വഴിയേ വരും. അപ്പോൾ നമ്മളെ ചാനൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പ്രഷ്യസ് മൊമെൻറ്റ്സ് കമൻറ്റ്സ് എന്താ മക്കളെ ഇന്ന് മൊത്തം വെള്ളിയാണല്ലോ. നിങ്ങളുടെ പ്രഷ്യസ് കമൻറ്റ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അനിയൻ വന്ന സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേട്ടനെ ഒന്ന് വിളിച്ചു. സേട്ടനത് കണ്ടുകൊണ്ടിരിക്കും. അനിയൻ വന്നേ എന്നിട്ട് ഓൻ പറയാം നല്ല കപ്പയൊക്കെ ഉണ്ട് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൊതിപ്പിക്കാൻ കേട്ടോ. പോയി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കേട്ടെ. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡാണ് ഇവർ രണ്ടാളെയും മെയിൻ. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും ഹാപ്പി, നിങ്ങളും ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ബൈ.